ഇതിനെപ്പറ്റി സ്കൂളുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ ധനികരാകാനുള്ള മാർഗം പഠിച്ച് ഒരു ജോലി വാങ്ങുക, എന്നിട്ട് കിട്ടുന്ന ശമ്പളമൊക്കെ സമ്പാദിക്കുക, സേവിങ്സ് എന്നുള്ള ഒരു സമ്പാദന രീതി മാത്രമേ നല്ലൊരു ശതമാനം ആളുകൾക്കും അറിയുകയുള്ളൂ. ഈ അടുത്ത കാലത്താണ് മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും SIPനെ പറ്റിയുമൊക്കെ വളരെ സുലഭമായി വീഡിയോകളിലൊക്കെ ആളുകൾ പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ ഇതെല്ലാം നമ്മളെ ധനികരാക്കുന്നുണ്ടോ? സത്യത്തിൽ പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരും മിഡിൽ ക്ലാസ്സുകാരെന്നും മിഡിൽ ക്ലാസ്സുകാർ തന്നെയുമായാണ് ഇരിക്കുന്നത്. ഇതിൽ ഏറ്റവും ദുഃഖം അനുഭവിക്കുന്നവർ മിഡിൽ ക്ലാസ് ആണ്. അവർ സമ്പാദിക്കുന്നതിൻ്റെ നല്ലൊരു ശതമാനം ടാക്സ് ആയിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരുന്നു. എന്നാൽ റിച്ച് പീപ്പിൾ, ധനികരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും കുറവ് ടാക്സ് അടയ്ക്കുന്നത് അവരാണ്. അതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല. പിന്നെ അവരുടെ പണസമ്പാദനത്തിൻ്റെ മാർഗം എന്തായിരിക്കും? അതാണ് അസറ്റ് ക്രിയേഷൻ. ഇനി ഇത്തരം ചെറിയ വലിയ കാര്യങ്ങളാണ്